കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്ഥനി എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ സ്ഥലങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. ആപീന വക്ഷോരുഹാം എന്ന് ധ്യാനശ്ലോകത്തിൽ പറയുന്നു. എല്ലാവരുടെയും അമ്മയാണ് എന്നുള്ളതിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ദേവി വിളങ്ങുന്നത്. ആപീന വക്ഷോരുഹാം എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി പാൽ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സ്തനഭാരത്തോടു കൂടിയവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ശങ്കരാചാര്യസ്വാമികൾ ദേവിയുടെ സ്തന്യത്തെ പറ്റിയിട്ട്, ദേവിയുടെ മുലപ്പാലിനെ പറ്റിയിട്ട് സൗന്ദര്യലഹരിയിൽ സ്തുതിക്കുന്നുണ്ട്. തവ സ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയത പയഃ പാരാവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവയത് കവിം പ്രൗഢാനാമജനി കമനീയ കവയിത എന്നാണ് ആ സ്തോത്രം. ദേവിയുടെ മുലപ്പാൽ പാരാവാരം പോലെ, കടൽ പോലെ ഒഴുകുന്നു. അതിൻ്റെ ഒരു തുള്ളി ഭുജിച്ച ഒരു ദ്രവിഡ ശിശു, ദ്രാവിഡ ദേശത്തു നിന്ന് വന്ന് ഒരു ചെറിയ കുട്ടി ഏറ്റവും ശ്രേഷ്ഠനായ കവിയായി എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ വളരെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ദ്രവിഡ ശിശു ആരാണെന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. പലരെ പറ്റിയിട്ടും ഇതിനെ യോജിപ്പിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ സീർഗാഴി എന്ന് പറയുന്ന സ്ഥലത്തിൽ ജ്ഞാനസംബന്ധമൂർത്തി ജനിച്ചു. 3-4 വയസ്സോ ഉള്ളപ്പോഴാണ് അദ്ദേഹം അച്ഛൻ്റെ കൂടെ കുളത്തിൽ കുളിക്കാൻ പോയി. ശിവപാദഹൃദയർ എന്നാണ് ജ്ഞാനസംബന്ധമൂർത്തിയുടെ അച്ഛൻ്റെ പേര്. കുഞ്ഞിനെ കരയിലിരുത്തിയിട്ട് അച്ഛൻ കുളിക്കാൻ ഇറങ്ങി. കുഞ്ഞിന് എന്തോ കാരണം കൊണ്ട് അന്ന് പെട്ടെന്ന് വിശപ്പുണ്ടായി. അദ്ദേഹം, ആ കുട്ടി കരഞ്ഞു, പാലിന് വേണ്ടി കരഞ്ഞു. ജ്ഞാനസംബന്ധമൂർത്തിയുടെ ചെറിയ വിഷമം പോലും പാർവതി പരമേശ്വരന്മാർക്ക് സഹിക്കാൻ ആയില്ല. ഉടനെ അവർ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി ഒരു ചെറിയ പാത്രത്തിൽ തൻ്റെ മുലപ്പാൽ ജ്ഞാനസംബന്ധമൂർത്തിക്ക് കൊടുത്തു. അദ്ദേഹം അത് കുടിച്ചു. അച്ഛൻ കുടിച്ച് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് പാൽ ഒഴുകുന്നത് കണ്ടു. എന്നൊക്കെ ആരാണ് ഈ പാൽ തന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു കവിതയായിട്ടാണ് മറുപടി പറഞ്ഞത്. തോടുടയ സെവിയൻ വിടയേറിയോർ തൂവൺമതി സൂടി കാടുടയ സുടലൈപ്പൊടി പൂസിയൻ ഉള്ളം കവർ കൾവൻ ഏടുടയ മലരാൽ മുனை நாட்பணிந்து ஏத்த அருள் செய்த പീടുടയ ബ്രഹ്മാപുരമേവിയ പെമ്മാൻ ഇവനன்றേ എന്നുള്ള ഒരു കവിതയായിട്ടാണ് ഈ ചെറിയ കുട്ടി ഉത്തരം പറഞ്ഞത്. ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം പാർവതി പരമേശ്വരന്മാരുടെ ഒരു വർണ്ണനയാണ് ഇതിൽ കാണുന്നത്. തോടെന്ന് വെച്ചാൽ ചെവിയിലണിയുന്ന ഒരു ആഭരണമാണ്. അതിനെയാണ് ജ്ഞാനസംബന്ധമൂർത്തി ആദ്യം പറയുന്നത്. പാർവതി തനിക്ക് പാല് തന്നു എന്നുള്ള ഒരു അതിമനോഹരമായ ദേവാരം അദ്ദേഹം അവിടെ പറഞ്ഞു. അതാണ് അദ്ദേഹം ആദ്യം എഴുതിയ ദേവാരം. അച്ഛൻ വളരെ സന്തോഷിച്ചു. ഈ കുഞ്ഞിനെയും കൊണ്ട് തമിഴ്നാട്ടിലുള്ള പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് അവിടെ ശ്രീ പരമേശ്വരനെ പാടിപ്പുകഴ്ത്തിയ കഥയാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെ ഏറ്റവും വലിയ കവിയായിട്ടും ജ്ഞാനസംബന്ധമൂർത്തിയെ അറിയാറുണ്ട്. ഇതുപോലത്തെ സംഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദിശങ്കരാചാര്യരുടെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. രാമലിംഗ അടികൾ എന്ന് പറയുന്ന സ്വാമി വടലൂരിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെടി വാടിക്കരയുന്നത് പോലും അദ്ദേഹത്തിന് കാണാൻ കഴിയാത്ത ഒരു കാരുണ്യമുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. വാടിന പൈരെ കണ്ട പോയതെല്ലാം വാടിനെ എന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹവും 6000-ലധികം ശിവസ്തുതികൾ, പരമാത്മാവിനെ പറ്റിയുള്ള സ്തുതികളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം വശന്നിരുന്നപ്പോഴും ദേവി പ്രച്ഛന്ന വേഷത്തിൽ വേറൊരു സ്ത്രീയുടെ രൂപത്തിൽ ചെന്ന് പാൽ കൊടുത്തു എന്നൊരു ചരിത്രമുണ്ട്. അതുകൊണ്ട് ദേവിയുടെ സ്തന്യപാനം, ദേവിയുടെ മുലപ്പാൽ കുടിച്ചവരൊക്കെ വലിയ കവികളായിട്ട് ആകാറുണ്ട്. അതിൻ്റെ മഹത്വം അങ്ങനെയാണ്.